വചനം തിരുവചനം. ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ വചന ശുശ്രൂഷയുടെ വലിയ അഭിഷേകം, വചനം കേൾക്കുമ്പോൾ തന്നെ സൗഖ്യമുണ്ടാകുന്ന, വചനം കേൾക്കുമ്പോൾ തന്നെ അഭിഷേകവും ശക്തിയും കൊണ്ട് നിറയുന്ന കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം ഈ സമയം നമ്മളെല്ലാവരിലും വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കാം. കർത്താവെ, ഞങ്ങൾ വചനം കേൾക്കാൻ പോവുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ സമ്മാനം, അങ്ങയുടെ ഹൃദയം തന്നെ വെളിപ്പെടുത്തി തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അങ്ങയുടെ വചനം. കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി. ഒരു വചനമെങ്കിലും കേൾക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി. കർത്താവെ, ഒരിക്കൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, വാൻതുവാൻ എന്ന് പറയുന്ന സഹോദരൻ, കർദിനാൾ വാൻതുവാൻ എന്ന് പറയുന്ന സഹോദരൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന സമയത്ത് വചനം വായിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം നടന്ന് ഒരു സ്ഥലത്തു നിന്നും വചനം കിട്ടാതെ വചനത്തെ നിഷേധിക്കാനും കളിയാക്കാനും വേണ്ടി ടോയ്ലറ്റ് പേപ്പറായിട്ട് വചനത്തെ ഉപയോഗിച്ച ആ ഇടത്ത് നിന്ന് അത് കഴുകിയെടുത്ത് കർത്താവിൻ്റെ വചനം ആർത്തിയോടെ വായിച്ച കർത്താവെ വാൻതുവാനെ പോലെ കർത്താവിൻ്റെ വചനത്തോട് വലിയ ഒരു സ്നേഹം. എസെക്കേൽ പ്രവാചകൻ കർത്താവിൻ്റെ വചനം ഭക്ഷിച്ചപ്പോൾ അത് തേൻ പോലെ മധുരിച്ചെന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അതുപോലെ കർത്താവെ, അങ്ങയുടെ ഒരു വചനം കേൾക്കുമ്പോൾ, ഏത് വചനമാണെങ്കിലും കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ അതേ അഭിഷേകവും അതേ ആഗ്രഹവും അതേ തീഷ്ണതയും കർത്താവെ ഞങ്ങൾക്കും നൽകണമേ. ഈ സമയം ആത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങൾ നിറയട്ടെ. വചനം കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും വലിയ ശക്തി പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശക്തിയുള്ള വചനം നമ്മളെ വഴി നടത്തുന്ന വചനമാണ്. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എൻ്റെ വഴികളിൽ പ്രകാശമാണ്, എൻ്റെ പാതകളിൽ വെളിച്ചമാണ് കർത്താവിൻ്റെ തിരുവചനം. വലിയ അഭിഷേകമാണ് കർത്താവിൻ്റെ വചനം. നമുക്ക് ഇന്ന് ഈ വചനം ഒന്ന് ശ്രവിക്കാം. ഈ വചനത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവ് നമ്മളെ കൊണ്ടുപോയി അതിൻ്റെ വലിയ അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനം സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് സാവൂളിനോട് ഇങ്ങനെ പറയുന്നു: എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നു, എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? വലിയ ഒരു ചോദ്യം കർത്താവ് ചോദിക്കുകയാണ് സാവൂളിൻ്റെ അടുത്ത്. കർത്താവ് ആദ്യ മാതാപിതാക്കളോട് ചോദിച്ചു, ആദം നീ എവിടെയാണ്? കർത്താവിന് എവിടെയാണെന്ന് അറിയാഞ്ഞതുകൊണ്ട് കർത്താവ് ചോദിച്ചതാണോ? ഒരിക്കലും അല്ല. നമുക്കറിയാം, കർത്താവിനെല്ലാം അറിയുന്നവനാണ് കർത്താവ്. ആ ചോദ്യത്തിന് പിന്നിൽ കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു കാര്യമുണ്ട്. ആദം, നീ ഇപ്പോൾ എവിടെയാണ്? നീ ചിന്തിക്ക്. കർത്താവ് ഇതുപോലെ തന്നെ സാവൂളിനോട് ചോദിക്കുകയാണ്. കർത്താവിനെ അറിയാണ്ടാണോ? എന്തുകൊണ്ടാണ് നീ എന്നെ അനുസരിക്കാതിരുന്നത്? കർത്താവിനെ അറിയാഞ്ഞിട്ട് സാവൂളിനോട് ചോദിക്കുന്നതൊന്നുമല്ല. സാവൂള് സ്വയം ഒരു ആത്മശോധനയിലേക്ക് കടക്കണം. കർത്താവിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്ന വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹെബ്രായർ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇത് വിശുദ്ധീകരണത്തിനുള്ള വചനമാണ്. മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ചിന്തകളെയും വികാര വിചാരങ്ങളെയൊക്കെ വിവേചിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്ന ശക്തിയുള്ള വചനമാണ് ദൈവത്തിൻ്റെ വചനം. വചനം പറയുന്നത്, എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? സഹോദരങ്ങളെ, സാവൂളിനെ ഒന്ന് നോക്കാം നമുക്ക്. സാവൂള് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ്. സാമുവേലാണ് അവസാനത്തെ ന്യായാധിപൻ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ന്യായാധിപന്മാർ, ജോഷ തുടങ്ങിയിട്ടുള്ള ന്യായാധിപന്മാരുണ്ട്. മോശയുടെ പിൻഗാമിയായിട്ട് വന്നവരെ ന്യായാധിപന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ന്യായാധിപന്മാരുണ്ടായിരുന്നു. സാമുവേൽ അവസാനത്തെ ന്യായാധിപനാണ്. പ്രവാചകനാണ് സാമുവേൽ, ന്യായാധിപനാണ്. അങ്ങനെ ദൈവം
അയച്ച വ്യക്തികളാണ് പ്രവാചകന്മാരായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കർത്താവിൻ്റെ പ്രത്യേക നിയോഗം അനുസരിച്ച് സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്ത, കർത്താവ് പറഞ്ഞതനുസരിച്ച് കർത്താവ് അഭിഷേകം ചെയ്ത രാജാവാണ്, ആദ്യത്തെ രാജാവാണ് സാവൂൾ. വചനം എങ്ങനെ പറയുന്നു? സാവൂളൊന്നും തിരിയുമ്പോഴേക്കും കർത്താവ് അവന് പുതിയ ഹൃദയം നൽകി എന്നാണ് പറയുന്നത്. സാമുവേലിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കർത്താവ് അത്രയും സ്നേഹിച്ചിരുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം സാവൂളിന് നൽകി. അവൻ പ്രവാചകന്മാരെ കൂടെ ഇരുന്നപ്പോൾ പ്രവചിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ചൊല്ലുണ്ടായി എന്ന് വരെ പറയുന്നു, സാവൂളും പ്രവാചകനോ. അപ്പോൾ നോക്കി, ഒരു രാജാവ് മാത്രമല്ല സാവൂള്. എങ്ങനെയുള്ള ആളായിരുന്നു? ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം പുതിയ ഒരു ഹൃദയം ലഭിച്ച ആളാണ്. ദൈവം എത്ര ഭാഗ്യമാണ് നോക്കുക. ഒന്ന് തിരിയുമ്പോഴേക്കും അവന് പുതിയൊരു ഹൃദയം ദൈവം നൽകുന്നത്. അത്രയേ ദൈവത്തിന് വേണ്ടൂ. ഒരു സ്പാർക്ക് മതി സഹോദരങ്ങളെ. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അഭിഷേകത്താൽ നിറയാൻ ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു സെക്കൻഡ് മതി. ഞാൻ മദ്യം മയക്കുമരുന്ന് കഴിക്കുന്ന ആളുകളെ നോക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ്. കുടിയന്മാർ എൻ്റെ അടുത്ത് വരുവിൻ, അവരെ തടയരുതെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകനാണ് ഞാൻ. കുടിയന്മാരും കർത്താവിൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്. സഹോദരങ്ങളെ, അവിടെ ഞാൻ കർത്താവ് എനിക്ക് തന്ന വലിയ ഒരു വെളിച്ചമുണ്ട്. എന്താണെന്നറിയാവോ? എത്ര നാൾ ഇവരെ നമ്മൾ നോക്കിയാലും ഒരു മാറ്റം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നാൽ കർത്താവിൻ്റെ ഒരു നിമിഷം മതി, ഒരു സ്പാർക്ക് മതി, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ചില ആളുകളുടെ മാനസാന്തരം അങ്ങനെയാണ് സഹോദരങ്ങളെ ഉണ്ടായിട്ടുള്ളത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പെട്ടെന്നൊരു മാറ്റം. ഒരു സഹോദരൻ 10-16 കൊല്ലം കഞ്ചാവ് വലിച്ച് LSD സ്റ്റാമ്പ് അങ്ങനെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു സഹോദരങ്ങളെ, അവൻ്റെ മാനസാന്തരം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിച്ചു. അവൻ്റെ ഒരുപാട് മക്കളുടെ മുമ്പിലിരുന്നിട്ട് അവൻ്റെ ജീവിതം മുഴുവൻ പങ്കുവച്ചു. ഒരു പരസ്യമായിട്ട് അവൻ കുമ്പസാരിച്ചു. അവൻ്റെ ജീവിതം മുഴുവൻ, 33 വയസ്സായി അവനിപ്പോൾ, അവൻ്റെ ജീവിതം മുഴുവൻ അവൻ പങ്കുവച്ചു. കണ്ണുനീരോടുകൂടി കരഞ്ഞിട്ടാണ് അവൻ അവൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. 11 മാസമായിട്ട് എൻ്റെ കൂടെ അവൻ താമസിക്കുന്നതാണ്. അവൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൻ അന്ന് കണ്ണുനീരോടുകൂടി കരഞ്ഞ് സഹോദരങ്ങളെ അവൻ്റെ അനുഭവം അവൻ പങ്കുവെച്ചതായിട്ട് ഞാൻ അത്ഭുതത്തോടെ, കർത്താവിൻ്റെ കഴിവ് എന്താണ്! ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് മതി മാനസാന്തരം വരാൻ. എന്നിട്ട് അവൻ പറയാം, എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ഒന്ന് എൻ്റെ കൈയും കാലും കെട്ടിയിട്ടപ്പോൾ, ഞാൻ മദ്യപിച്ചും ഒക്കെ ലഹള വെച്ചപ്പോൾ കൈയും കാലും കെട്ടിയിട്ടിട്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി. അപ്പോൾ ഞാൻ കരഞ്ഞ്, എന്നെ അറക്കാൻ കൊണ്ടുപോകുന്ന ഒരു ആടിനെ പോലെ എനിക്ക് തോന്നി. അങ്ങനെ കരഞ്ഞു എന്ന് അവൻ പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം അവൻ കരഞ്ഞത് കർത്താവ് അവനെ തൊട്ടപ്പോഴാണ്. സഹോദരങ്ങളെ, കർത്താവിന് ഒരാളെ തൊടാൻ ഒരു നിമിഷം മതി. അങ്ങനെ തൊട്ട ആളാണ് സാവൂൾ. ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് തൊട്ട ആൾ, കർത്താവിൻ്റെ ആത്മാവ് കൊടുത്ത ആൾ. എന്നാൽ എന്തുകൊണ്ടോ സഹോദരങ്ങളെ, ജീവിതം മുന്നോട്ട് പോയപ്പോൾ സാവൂളിനൊരു ഭയം കടന്നു വന്നു. സഹോദരങ്ങളെ, സാവൂളിൻ്റെ ഭയം ഇവിടെ നമ്മൾ വചനത്തിൽ നിങ്ങൾ വായിക്കാം. ഞാൻ മുഴുവൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയാം, സാവൂൾ ഇങ്ങനെ സാമുവേലിന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സാമുവേൽ വഴിയായിട്ട് ഞാൻ വന്ന് ബലിയർപ്പിച്ചിട്ടല്ലാതെ നീ യുദ്ധത്തിന് പോകരുത്. അപ്പോൾ സൗൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഫിലിസ്തീനയുടെ സൈന്യത്തിൻ്റെ ബഹളം കേൾക്കുക. ജീവിതം മുഴുവൻ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ സാവൂൾ നിൽക്കുന്നത്. ഭയങ്കര ഒരു പോയിന്റിലേക്ക് ദൈവം സാവൂളിനെ കൊണ്ടുവന്നിരിക്കുക. ഭയങ്കരമായിട്ടൊരു പോയിന്റ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് പടയാളികൾ വരുന്നതിൻ്റെ ഒച്ചയൊക്കെയാണ്. 6000-ഓളം കുതിരപ്പടയാളികൾ, 1,00,000-ഓളം കാൽപ്പടയാളികൾ, അങ്ങനെ അതിൻ്റെ സ്വരം മുഴുവൻ കേൾക്കുകയാണ്. താഴെ ഇരുന്ന് സാവൂളും സാവൂളിൻ്റെ പടയാളികൾ പേടിച്ചു തുടങ്ങി. ലക്ഷക്കണക്കിന് ആളുകൾ, കുതിരപ്പടയാളികൾ ഒക്കെ നേരെ വരികയാണ്. ആര് രക്ഷിക്കും? ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ മുമ്പിൽ സാവൂൾ നിൽക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ കടം കൊണ്ട് മുങ്ങിപ്പോകുന്ന അവസ്ഥ, രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന അവസ്ഥ, ജീവിതത്തിലെ ബന്ധങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരു പോയിന്റിൽ നമ്മളെല്ലാവരും എത്തും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എത്തും. ഏതെങ്കിലും ഒരു പോയിന്റ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ ആരെ അനുസരിക്കും എന്നുള്ളത് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പടയാളികളൊക്കെ ഓരോരുത്തരായി പോയി കഴിഞ്ഞപ്പോൾ സാവൂൾ വിചാരിച്ചു, സാമുവേൽ എത്തില്ല, ഞാൻ തന്നെ അങ്ങോട്ട് ബലിയർപ്പിച്ചേക്കാം. ഒറ്റ അനുസരണക്കേടും മതി സഹോദരങ്ങളെ. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ സാവൂൾ വലിയ വീഴ്ച വരുത്തി. എന്താണത്?
ദൈവത്തിൽ വിശ്വസിക്കാൻ. ഈ പടയാളികളെ കണ്ട് പേടിക്കരുത്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ വെയിറ്റ് ചെയ്യണം, നീ കാത്തിരിക്കണം. നീ അഭിഷേകത്തോടെ നിന്റെ ദൈവം വരുമെന്ന്, വചനം സംഭവിക്കുമെന്ന്, കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് ആണ് വചനം പറയുന്നില്ലേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി, ഭാഗ്യവാൻ. നമ്മളാണെങ്കിൽ ഭാഗ്യവാൻ. വിശ്വസിക്കണമായിരുന്നു. ഇവൻ സൗളിന് എന്താ സംഭവിച്ചത്? അവൻ ആ വിശ്വാസത്തിൻ്റെ കടക്ക് കോടാലി വെച്ചു. വിശ്വാസത്തിൻ്റെ കടക്ക് കോടാലി വെച്ചു. കർത്താവ് സഹോദരങ്ങളെ നമ്മൾ നോക്കുന്നത്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? മർത്തയുടെ അടുത്ത് കർത്താവ് ചോദിച്ചു, ലാസറിനെ ഉയർപ്പിക്കാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം വേറെ രീതിയിലാണ് ചോദിക്കുന്നത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, ഇത് നീ വിശ്വസിക്കുന്നുവോ? മർത്ത പറഞ്ഞു, ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ചോദിക്കുകയാണ്, നീ വിശ്വസിക്കുന്നുവോ മോനെ? ഈ പോയിന്റിൽ, ഏത് പോയിന്റിൽ? നിന്റെ ജീവിതത്തിലെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പോയിന്റിൽ. അല്ലാതെ നീ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സുഖങ്ങളും എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്ന ഒരു മൊമെന്റിൽ നീ വിശ്വസിക്കുന്നോ അനുസരിക്കുന്നോ എന്നല്ല കർത്താവ് നോക്കുന്നത്. മറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെ സാവൂള് കാലിടറി, സാവൂള് ബലിയർപ്പിച്ചു, കാത്തിരുന്നില്ല, വിശ്വസിച്ചില്ല. ഈ പടയാളികളെ പേടിച്ചു. വചനം പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. സഹോദരങ്ങളെ, സാവൂളിന് സംഭവിച്ച വലിയൊരു തോൽവി എന്താണെന്നറിയാവോ? സാവൂള്, നിങ്ങൾ വചനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ കാണാം, എല്ലാ ആഭിചാരം നടത്തുന്ന എല്ലാവരെയും, മന്ത്രവാദികളെയും എല്ലാവരെയും പുറത്താക്കി തൻ്റെ രാജ്യത്ത് നിന്ന്. ആഭിചാരം മന്ത്രവാദം നടത്തുന്നത് കുറ്റകരമാണെന്ന് പ്രഖ്യാപിച്ചു. ആരുമില്ലാതായി സാവൂളിന് അവസാനം. സഹോദരങ്ങളെ, ഈ തിന്മ ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം തന്ന ഹൃദയം എല്ലാം മലിനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ദൈവവചനം അനുസരിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? ആരെ താൻ ബാൻ ചെയ്തുവോ, ആരുടെ അടുത്തേക്ക് ഞാൻ പോയില്ല എന്ന് തീരുമാനിച്ചുവോ, ആരുടെ അടുത്ത് ഞാൻ ആഭിചാരം മന്ത്രവാദം അടുത്തേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചുവോ, നിങ്ങൾ വചനം എടുത്ത് വായിച്ചാൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ സാവൂള് തലയിൽ മുണ്ടിട്ട് ഈ ആഭിചാരം മന്ത്രവാദം നടത്തുന്നവരുടെ അടുത്തേക്ക് പോവാണ്. അത്രയും അധപതിച്ചു. കർത്താവിൻ്റെ അനുസരണം സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപ സഹോദരങ്ങളെ അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ, കർത്താവിൽ ആഴമായി വിശ്വസിക്കാതിരുന്നു കഴിഞ്ഞാൽ, എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മൾ വീണു പോകും സഹോദരങ്ങളെ. നമുക്ക് രക്ഷയില്ല സഹോദരങ്ങളെ. തിരിച്ചു വരാൻ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് അവസരം നൽകുന്നുണ്ട്. കുമ്പസാരം, ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അച്ഛാ എനിക്ക് യാതൊരു കുഴപ്പമില്ല, മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കേണ്ടെന്നുള്ളൂ, ഞാൻ വേറൊരൊറ്റ തെറ്റും ചെയ്യണില്ല, കുറച്ച് മദ്യം കഴിക്കും, കുറച്ച് മയക്കുമരുന്നൊക്കെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ അച്ഛാ, ഞാൻ കുടുംബം നന്നായി നോക്കുന്നുണ്ട്, എനിക്ക് യാതൊരു കുഴപ്പമില്ല അച്ഛാ എന്ന് പറയുന്ന സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ നിയമവും കർത്താവിൻ്റെ കൃപയും നമ്മൾ തിരസ്കരിച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങും. ആഭിചാരം മന്ത്രവാദം അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയി തുടങ്ങും. ഒരെണ്ണം തെറ്റിയാൽ എല്ലാത്തിലും പിഴയ്ക്കുമെന്ന് യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് നീ എന്നെ അനുസരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നീ വീണുപോയത് മകനെ? എവിടെയാണ് നിനക്ക് പിഴച്ചുപോയത്? വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നു, എവിടെയാണ് നീ വീണുപോയത് എന്ന് ആഴമായി ധ്യാനിക്കുക, എന്നിട്ട് തിരിച്ചു വരിക. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. കർത്താവ് നൽകിയ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഈ സമയം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ചോദിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ എല്ലാം അനുസരിച്ചവൾ. അത്ഭുതങ്ങളുണ്ടാകും, ഉറപ്പാണ്. കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ അത്ഭുതങ്ങളുണ്ടാകും. ആ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.